നമ്മളിന്ന് പഠിക്കുന്നത് കേരള സംസ്കാരത്തെ പറ്റിയാണ്. അതിൽ കേരളത്തിലെ ജലമേളകൾ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? പുന്നമട കായൽ. വെള്ളത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. ഇനി ഇതിന് കുറച്ച് പ്രത്യേകതയുണ്ട്. അതായത് ആചാരപരമായ ജലോത്സവങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ ഈ ഒരു ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് പമ്പ നദിയിലാണ്. ഇനി ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിലാണ് നടക്കുന്ന വള്ളംകളി എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. 3 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന കേരളത്തിലെ ഏക ജലമേള പായിപ്പാട് ജലോത്സവം. ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട വള്ളംകളി എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. കേരളത്തിലെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന വള്ളംകളി ചമ്പക്കുളം മൂലം വള്ളംകളി. ശ്രീനാരായണ ഗുരു ജയന്തി ബോട്ട് റേസ് നടക്കുന്നത് കോട്ടയം. ശ്രീനാരായണ ഗുരു കുമരകം സന്ദർശനത്തിന്റെ ഓർമ്മ പുതുക്കുന്നതിന് നടത്തുന്ന ജലോത്സവം ശ്രീനാരായണ ഗുരു ജയന്തി ബോട്ട് റേസ്. ഇതിനെ കുമരകം ബോട്ട് റേസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റിക്കായൽ കരുനാഗപ്പള്ളിയിലാണ്. കേരളപ്പിറവി ദിനമായ നവംബർ 1 അഷ്ടമുടി കായലിൽ നടക്കുന്ന ജലോത്സവം പ്രസിഡന്റ് ട്രോഫി. രാജീവ് ഗാന്ധി ബോട്ട് റേസ് നടക്കുന്നത് എവിടെയാണ്? പുളിങ്കുന്ന് കായൽ. അയ്യങ്കാളി ബോട്ട് റേസ് നടക്കുന്നത് എവിടെയാണ്? വെള്ളായണി. 1-ാം ഓണ ദിവസം നീരാറ്റുപുറത്ത് പമ്പാ നദിയിൽ നടക്കുന്ന ജലോത്സവം ഉത്രാടം തിരുനാൾ പമ്പ വള്ളംകളി. മാന്നാർ മഹാത്മാഗാന്ധി ജലമേള നടക്കുന്ന ജില്ല ആലപ്പുഴ. ഇനി നമുക്ക് ഇന്ന് പഠിച്ചതെല്ലാം കൂടി ഒന്നുകൂടെ നോക്കാം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? പുന്നമട കായൽ. വെള്ളത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. ആചാരപരമായ ജലോത്സവങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ ഈ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി പമ്പ നദിയിലാണ് നടക്കുന്നത്. ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിൽ നടക്കുന്ന വള്ളംകളി എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. 3 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന കേരളത്തിലെ ഏക ജലമേള പായിപ്പാട് ജലോത്സവം. ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട വള്ളംകളി എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. കേരളത്തിലെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന വള്ളംകളി ചമ്പക്കുളം മൂലം വള്ളംകളി. ശ്രീനാരായണ ഗുരു ജയന്തി ബോട്ട് റേസ് നടക്കുന്നത് കോട്ടയം. ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ കുമരകം സന്ദർശനത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നതിന് നടക്കുന്ന ജലോത്സവം എന്നൊരു പ്രത്യേകത കൂടി ശ്രീനാരായണ ഗുരു ജയന്തി ബോട്ട് റേസിനുണ്ട്. ഇതിന് കുമരകം ബോട്ട് റേസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റിക്കായൽ കരുനാഗപ്പള്ളി. കേരളപ്പിറവി ദിനമായ നവംബർ 1 അഷ്ടമുടി കായൽ നടക്കുന്ന ജലോത്സവം പ്രസിഡന്റ് ട്രോഫി. രാജീവ് ഗാന്ധി ബോട്ട് റേസ് നടക്കുന്നത് പുളിങ്കുന്ന് കായൽ. അയ്യങ്കാളി ബോട്ട് റേസ് നടക്കുന്നത് വെള്ളായണി. 1-ാം ഓണ ദിവസം നീരേറ്റുപുറത്ത് പമ്പാ നദിയിൽ നടക്കുന്ന ജലോത്സവം ഉത്രാടം തിരുനാൾ പമ്പ വള്ളംകളി. മാന്നാർ മഹാത്മാഗാന്ധി ജലമേള നടക്കുന്ന ജില്ല ആലപ്പുഴ.